أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء إنه خبير بما تفعلون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1295 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 87-88 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാഅ അല്ലാഹ് വകുല്ലുൻ അതൗഹു ദാഖിരീൻ. وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء إنه خبير بما تفعلون. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 87-88 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രൗഢോജ്വലമായ ആശയങ്ങളും വളരെ സുപ്രധാനമായ ചില വീക്ഷണഗതികളും പങ്കുവച്ചതിന് ശേഷം സൂറത്തുൽ നംലിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു ദബ്ബത്തും മിനൽ അർള് പ്രത്യക്ഷപ്പെടുന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് ആളുകളുടെ മേലുള്ള അള്ളാഹുവിന്റെ ന്യായം പൂർത്തീകരിക്കുന്ന വിധത്തില് അവരോടൊക്കെയും തന്നെ യുക്തിയുക്തമായ വിധത്തിൽ സംസാരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ദാബത്തും മിനൽ അർളിനെ അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന എല്ലാ സമൂഹങ്ങളിലെയും സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരെ പല സംഘങ്ങളായി പല വിഭാഗങ്ങളായി തരംതിരിക്കുകയും ചെയ്യുകയും അവരോട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്ന കാര്യം അതിനെ തുടർന്ന് പരാമർശിക്കപ്പെടുകയുണ്ടായി. എല്ലാവരും ഒത്തുചേർന്ന ഘട്ടത്തില് അള്ളാഹു അവരോട് ചോദിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അകദ്ദബതും ബി ആയാതി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കുകയായിരുന്നു, നിഷേധിച്ച് തള്ളിക്കളയുകയായിരുന്നു. വലം തുഹീതു ബിഹാ ഇൽമ, അവയെക്കുറിച്ച് വേണ്ട ജ്ഞാനം പോലും നിങ്ങൾ നേടാതെ തന്നെ. അമ്മാദാ കുന്തും തഅമലൂൻ, അതല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ദൈവിക ദൃഷ്ടാന്തങ്ങളായ പ്രതിഭാസങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരുന്ന ബുദ്ധിപരമായ കഴിവുകളെ നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുകയുണ്ടായത് എന്നാണ് ആ ഘട്ടത്തിൽ അവരോട് ചോദിക്കപ്പെടുന്നത്. അവരുടെ ധിക്കാരവും
അതിക്രമപരമായ നിലപാടും കാരണമായിട്ട് ഒന്നും ഉരിയാടാൻ കഴിയാത്തവരായിക്കൊണ്ട് അവരുടെ മേൽ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കപ്പെടും എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വഖഅൽ ഖൗലു അലൈഹിം ബിമാ ളലമു ഫഹും ലാ യൻതിഖൂൻ. അള്ളാഹുവിന്റെ അവരുടെ മേലുള്ള നടപടി സംബന്ധമായ ഉത്തരവ് നടപ്പിലാക്കപ്പെടുകയാണ്. അവർക്കൊന്നും ആത്മപ്രതിരോധത്തിനായിട്ട് ഉച്ചരിക്കാനോ ഉരിയാടാനോ പോലും കഴിയാത്ത വിധത്തിൽ. എന്നിട്ട് അള്ളാഹു അതിനെ തുടർന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്, ഈ ആളുകൾക്കൊന്നും തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുന്ന വിധത്തിൽ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളായ രാവിനെയും പകലിനെയും നോക്കിക്കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ലേ? അഫലം യറൗ അന്നാ ജഅൽനൽ ലൈല ലിയസ്കുനൂ ഫീഹി. അവർക്ക് ശാന്തി അടയുന്നതിന് വേണ്ടി രാവിനെ നാം സംവിധാനിച്ചിട്ടുള്ളതും അവരുടെ ജീവിതായോധനത്തിനായി കണ്ണു തുറന്ന് എല്ലായിടത്തേക്കും സഞ്ചരിക്കാനും തൊഴിലിൽ ഏർപ്പെടാനും ഒക്കെ പറ്റുന്ന വിധത്തില് പകലിനെ പ്രഭയുള്ളതാക്കി മാറ്റുകയും ചെയ്തത് അവര് കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കാര്യങ്ങളെ സമഗ്രമായി ആസൂത്രണം ചെയ്യുവാനും കേന്ദ്രീകൃതമായി എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാനും കഴിയുന്ന, എല്ലാറ്റിനും കഴിവുള്ള ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രാവും പകലും എന്ന പ്രതിഭാസം ഈ വിധത്തില് സംവിധാനിക്കപ്പെടുമായിരുന്നോ എന്നതാണ് ആളുകള് ആലോചിക്കേണ്ടിയിരുന്നത് എന്ന വിധത്തില് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിശ്ചയമായിട്ടും വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള, ദൈവിക പ്രതിഭാസങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെയും വളരെ പ്രസക്തമായ പ്രാധാന്യമുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. അതിനെ തുടർന്നാണ് അള്ളാഹു അന്ത്യനാളിന്റെ അതരങ്ങേറുന്ന അന്ത്യനാള് സംഭവിക്കുമ്പോ ആ ഘട്ടത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് വിവരിക്കുന്നത്. വയൗമ യുൻഫഖു ഫിസ്സൂർ. കാഹളത്തില് ഊതപ്പെടുന്ന ആ നാൾ അതെത്ര ആശ്ചര്യകരമായിരിക്കും, അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കും എന്ന നിലക്കാണ് ഒരു പരാമർശം ഇവിടെ നടത്തപ്പെടുന്നത്. വയൗമ യുൻഫഖു ഫിസ്സൂർ. എങ്ങനെയായിരിക്കും ആ നാള്? യുൻഫഖു ഫിസ്സൂർ, സൂറില് ബ്ലോ ചെയ്യപ്പെടുന്ന, ഊതപ്പെടുന്ന. സൂർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ട്രംപറ്റ് എന്നാണ്, ഒരു വാദ്യോപകരണം ആണത്, സംഗീതോപകരണങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം. അത് വലിയ മുഴക്കത്തോടു കൂടി ശബ്ദമുണ്ടാക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു ഉപകരണമാണ്. അപ്പോ സൂറില് ബ്ലോ ചെയ്യപ്പെടുന്ന, ഊതപ്പെടുന്ന ആ നാള് എങ്ങനെയായിരിക്കും ആ നാളിന്റെ അവസ്ഥ എന്നതാണ് അള്ളാഹുവിടെ അതിന്റെ ആശ്ചര്യം മുഴുവനും ഉൾക്കൊള്ളേണ്ട വിധത്തില് ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അങ്ങനെ കാഹളത്തിൽ ഊതപ്പെടുന്നതോടെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊക്കെയും തന്നെ വിഹ്വലരായി പോകും. അവര് ഫസർ അവരെ പിടികൂടും. ഒരു ഭയവിഹ്വലത അവരെ എല്ലാവരെയും പിടികൂടും. അന്ന് കാഹളത്തില് ബ്ലോ ചെയ്യപ്പെടുന്ന, ഊതപ്പെടുന്ന ആ നാളിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊക്കെയും തന്നെ ഭയവിഹ്വലരായി വിറകൊള്ളിക്കപ്പെടും. ഇല്ലാമൻ ഷാ അല്ലാഹ്, അങ്ങനെ ആവരുതെന്ന് അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ചിലരെ അള്ളാഹു ആ ഫസറിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്.
അവരൊഴികെ അള്ളാഹു ഉദ്ദേശപൂർവം ചിലരെ ആ അന്ത്യനാളിന്റെ കാഹളത്തിലൂതപ്പെടുന്ന ഘട്ടത്തിലെ ആ വെപ്രാളത്തിൽ നിന്ന്, ആ ഭയവിഹ്വലതയിൽ നിന്ന് ചിലരെ ഒഴിച്ചു നിർത്തുന്നുണ്ട്. അവരൊഴികെ എല്ലാവരും തന്നെ, ആകാശഭൂമികളിലുള്ള സകലരും അതിന്റെ ആ വിഹ്വലതയിൽ അകപ്പെട്ടു പോകും. ഇല്ലാമൻ ഷാ അല്ലാഹ്. അതിനെ തുടർന്ന് വകുല്ലുൻ അതൗഹു ദാഖിരീൻ. എല്ലാവരും തന്നെ അവന്റെ മുന്നിൽ വിനയാന്വിതരായിക്കൊണ്ട് ഹാജരാകും. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. ചിലര് മലയാളത്തില് അതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത് ചെവി പൊത്തിക്കൊണ്ട് ഹാജരാകും എന്നാണ്. കീഴ്പ്പെടലും വിനയവും ശരീരഭാഷയിൽ തന്നെ പ്രകടമാക്കിക്കൊണ്ട് ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ ഹംബിൾഡ് ആയിട്ട് വളരെയേറെ വിനയാന്വിതരായിക്കൊണ്ട് ഹാജരാകും ആ നാളിൽ. ആ കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ഘട്ടത്തില് അവരൊക്കെയും തന്നെ, എല്ലാവരും, ആകാശഭൂമികളിലുള്ള അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെയുള്ള എല്ലാവരും തന്നെ ആ ഭയവിഹ്വലതയുടെ പിടിയിൽ അമർന്നു പോകും. തുടർന്ന് എല്ലാവരും തന്നെ അവന്റെ മുന്നിൽ ദാഹിറുകളായിട്ടാണ് ഹാജരാവുക. പൂർണ്ണമായിട്ടും കീഴടങ്ങി വിധേയത്വവും വിനയവും ഒക്കെ ശരീരഭാഷയിൽ തന്നെ പ്രകടമാക്കിക്കൊണ്ട് അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകും. ആ നാളിന്റെ ഒരു പ്രത്യേകത ആയിട്ട് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വിവരിക്കുകയാണ്. വതറൽ ജിബാല. അന്ന് പർവ്വതങ്ങളെ നിനക്ക് കാണാം. തഹ്സബുഹ ജാമിദ. അത് വളരെ ഫേം ആൻഡ് സോളിഡ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് നീ കരുതുന്നുണ്ടാവുക. അങ്ങനെയാണല്ലോ പർവ്വതങ്ങള് നല്ല സ്ഥൈര്യത്തിന്റെയും ഉറച്ചു നിൽക്കുന്നതിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് പലപ്പോഴും നമ്മൾ പർവ്വതങ്ങളെ പരാമർശിക്കാറുള്ളത്. പർവ്വതം പോലെ ഉറച്ചു നിന്നു, സ്ഥൈര്യം കാണിച്ചു, മുട്ടുവിറയ്ക്കാതെ ഉറച്ചു നിന്നു എന്നതിനൊക്കെ പർവ്വതങ്ങളെ പരാമർശിക്കാറുണ്ട് സാധാരണഗതി. കാരണം മനുഷ്യന്റെ ഭാവനയിൽ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന എന്ന ഒരാശയം എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഇമേജ്, ഒരു മെറ്റഫർ, അത് പർവ്വതാണ്. അപ്പോ പർവ്വതങ്ങള് സോളിഡായിട്ട് ജാമിദത്തായിട്ട് നിൽക്കുന്നു എന്നാണ് നീ കരുതുന്നുണ്ടാവുക. എന്നാൽ അന്നാളിൽ നീ അതിനെ കാണുക വഹിയ തമുറു മറ സഹാബ്. മേഘങ്ങളുടെ, കാർമേഘങ്ങളുടെ സഞ്ചാരം നടത്തുന്നത് നിനക്ക് പർവ്വതങ്ങളെ, കാർമേഘങ്ങളുടെ സഞ്ചാരം നടത്തുന്നതായിട്ട് കാണാം. കാർമേഘങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്നത് ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കിയ ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പർവ്വതങ്ങൾ അങ്ങനെ കാർമേഘങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത് ആ നാളിൽ സ്ഥൈര്യത്തിന്റെയും ഉറച്ചു നിൽക്കലിന്റെയും ഒക്കെ ഏറ്റവും വലിയ പ്രതീകമായ പർവ്വതങ്ങള് ആകാശത്തിലെ കാർമേഘങ്ങളെ പോലെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. പർവ്വതങ്ങളാണ് ഏറ്റവും ഏറെ ഉറച്ചു നിൽക്കുക. അതൊക്കെ ഇളകി അതൊക്കെയും വേരോടെ പിഴുതെറിയപ്പെട്ട വിധത്തില് അന്തരീക്ഷത്തിൽ അങ്ങനെ നീങ്ങുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, അത് കാർമേഘങ്ങൾ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിനക്ക് കാണാൻ സാധിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. വതറൽ ജിബാല തഹ്സബുഹ ജാമിദ വഹിയ തമുറു മറ സഹാബ്. നമുക്കറിയാം, ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണ ബലം എന്നൊരു പ്രതിഭാസം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. എല്ലാം ഭൂമിയുടെ നിശ്ചിത ചുറ്റളവിലുള്ള, ഭൂമിയുടെ ചുറ്റുപാടുമുള്ള എല്ലാ സംഗതികളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു നിർത്തുന്നു. അതിനെ ഒരു കേന്ദ്രത്തിലേക്ക് പിടിച്ച് വലിക്കുന്ന ഒരു പ്രതിഭാസം പ്രവർത്തനക്ഷമമാണ്.
അതുകൊണ്ടാണ് ഒരു സംഗതി ഒരു വൃക്ഷത്തുനിന്ന് ഒരു ആപ്പിളോ ഒരു ചക്കയോ ഒക്കെ ഉതിർന്നു വീണാൽ അത് നേരെ ഭൂമിയിലേക്കാണ് വീഴുന്നത്. മേലോട്ട് പോവുകയോ അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നിടത്ത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയോ ചെയ്യല്ല ചെയ്യുക, ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുകയാണ് ചെയ്യുക. അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഫലപ്രദമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ മഴ ഭൂമിയിലേക്ക് വീഴുന്നു, ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നാണ് അത് പതിക്കുന്നത്. അത് വേറെ എങ്ങോട്ടെങ്കിലും ചിതറിപ്പോകുന്നതിന് പകരം താഴോട്ടാണ് വീഴുന്നത്. അതുപോലെയുള്ള ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള പലതും നമുക്ക് വിലയിരുത്താനും കാണാനും ഒക്കെ സാധിക്കും. എന്നാൽ ആ നാളില് എല്ലാറ്റിനെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന, അതിനെ ആകർഷിച്ച് ഒരു പ്രത്യേകമായ ഇക്വിലിബ്രിയം നിലനിർത്തുന്ന ഭൂമി അതിന്റെ ഭാരങ്ങളെ, പർവ്വതങ്ങൾ ഉൾപ്പെടെയുള്ള അതിന്റെ വളരെ ഭൂമിയിൽ സ്ഥാപിതമായി നിൽക്കുന്നതൊക്കെയും തന്നെ അതിനെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന ആ പ്രതിഭാസം പ്രവർത്തനരഹിതമായി മാറുകയും, എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം ഫലപ്രദമല്ലാത്ത വിധത്തിലാവുകയും, ഈ പർവ്വതങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെയും തന്നെ പാറി നടക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം അതാണ്. ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്നത് പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ആയത്തുകളിലും. അതുപോലെ സൂറത്തു സൽസല വായിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലെ ചില പരാമർശങ്ങളിലും നിലവില് ഭൂമിക്ക് എല്ലാറ്റിനെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു നിർത്തുന്ന, ആ വിധത്തിലൊരു ഇക്വിലിബ്രിയം നിലനിർത്തുന്ന ഒരു സംവിധാനം ഭൂമിക്കുണ്ട്. ഒരു ഗുരുത്വാകർഷണ ബലം, ഒരു ഗ്രാവിറ്റേഷൻ പവർ ഭൂമിക്കുണ്ട് എന്നതിന്റെ സൂചനകൾ ചില ആയാത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിലും അതുപോലെ സൂറത്തു സൽസലയിൽ ഇതിനേക്കാൾ വ്യക്തതയോടുകൂടിയ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അന്ത്യനാളിൽ, കാഹളത്തിൽ ഊതപ്പെടുന്ന ആ നാളില് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ വിഹുലതയിൽ അകപ്പെട്ടു പോകുന്ന ആ നാളിൽ പർവ്വതങ്ങള് ആകാശത്തിലെ മഴക്കാറുകൾ പോലെ, ക്ലൗഡ്സിനെ പോലെ ചലിക്കുന്ന ഒരു കാഴ്ച നിനക്ക് കാണാൻ സാധിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സുന്നഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ എന്നാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത്. എല്ലാറ്റിനെയും അതിന്റെ പൂർണ്ണതയോടുകൂടി, അതിന്റെ കൃത്യതയോടുകൂടി ഉറപ്പിച്ച് ക്രമീകരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത്. സുന്നഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ. അത്ഖന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി എന്നാണ്, ദൃഢപ്പെടുത്തി, ഫേമാക്കി മാറ്റി എന്നാണ് അതിന്റെ സൂചന. എല്ലാറ്റിനെയും ഫേം ആക്കി ഉറപ്പിച്ച് അതിന്റെ കൃത്യതയോടെയും പൂർണ്ണതയോടെയും സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സുന്നഴത്താണത്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് ഇതിൽ പ്രകടമാകുന്നത്. ഇന്നഹു ഖബീറും ബിമാ തഫഅലൂൻ. തീർച്ചയായിട്ടും അവൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും തന്നെ അറിയുന്നവനാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യം, നമ്മുടെ ഓരോ പ്രവർത്തനവും അള്ളാഹു അറിയുന്നു എന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും അള്ളാഹു അറിയുന്നു. ബുദ്ധി നൽകപ്പെട്ടു, അതുപോലെയുള്ള കഴിവുകൾ നൽകപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സിദ്ധികൾ നൽകപ്പെട്ടു, ആലോചിക്കാനുള്ള കഴിവ് നൽകി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതേത് വിധത്തില് പ്രയോജനപ്പെടുത്തുന്നു എന്നത് അള്ളാഹു ഒരിക്കലും നിരീക്ഷിക്കുകയില്ല, അള്ളാഹു അതൊന്നും മനസ്സിലാക്കുകയില്ല എന്നാണോ ആളുകൾ കരുതുന്നത്? നമുക്ക് വളരെ വിശിഷ്ടമായ ചില സിദ്ധികള് അള്ളാഹു നൽകിയിട്ട് ആ സിദ്ധികൾ നാം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് അള്ളാഹു ഒരിക്കലും തന്നെ നോക്കി കാണുകയില്ല, അത് വിലയിരുത്തുകയില്ല എന്നാണോ അവർ കരുതുന്നത്?
അള്ളാഹു വളരെ വ്യക്തതയോടുകൂടി ഇവിടെ പറയുന്നത് ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് വ്യക്തമായി നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അറിയുന്നവൻ എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ വിലയിരുത്തുന്നു, മനസ്സിലാക്കുന്നു എന്ന് കൂടി അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോ അള്ളാഹു മനുഷ്യന് വേണ്ടി ഈ കഴിവുകൾ, കേൾവി, കാഴ്ച, വാസനിച്ചറിയാനുള്ള കഴിവ്, തൊട്ടറിയാനും രുചിച്ചറിയാനും ഒക്കെയുള്ള കഴിവ്, അതുപോലെ കാര്യങ്ങളെ ഈ ഇൻപുട്ട് ഡിവൈസസ് മുഖേന തലച്ചോറിൽ എത്തിക്കപ്പെടുന്ന ഇൻഫർമേഷൻ അല്ലെ ഡേറ്റ പ്രോസസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താനുള്ള ബുദ്ധിപരമായ കഴിവ്, ഇതൊക്കെയും നമുക്ക് നൽകിയിട്ട് അതിൻ്റെയൊക്കെ താല്പര്യം കേവലം നിർണിതമായ വർഷങ്ങൾ ഇവിടെ തിന്നും പിടിച്ചും ഭോഗിച്ചും ഒക്കെ ജീവിക്കുക എന്നത് മാത്രമാണോ? അതിനപ്പുറത്തേക്ക് ഈ കഴിവുകൾ നൽകപ്പെട്ടതിന് യാതൊരു താല്പര്യവും ഇല്ലേ എന്നത് മനുഷ്യൻ ആലോചിക്കേണ്ടതാണ്. ഈ കഴിവുകളൊക്കെ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും ആയുസ് കഴിയുന്നത് വരെ ജീവിക്കാനും ഒക്കെ മാത്രമേ അള്ളാഹു നമ്മെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മളെ കന്നുകാലികളെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ പോലെയോ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. നമ്മളെ വ്യതിരിക്തരായി സൃഷ്ടിച്ചിട്ടുള്ളത്, വ്യത്യസ്തമായ ദൈക്ഷണിക കഴിവുകൾ നൽകപ്പെട്ടിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് ചില താല്പര്യങ്ങള് അവൻ ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നേരത്തെ സൂചിപ്പിച്ച വിധത്തില് തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും അന്ത്യം എത്തുന്നത് വരെ ജീവിക്കുകയൊക്കെ ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഇത്രത്തോളം ദൈക്ഷണികമായ കഴിവുകളോ കാര്യങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനോ ഒക്കെയുള്ള അപഗ്രഥിക്കാനോ ഒക്കെയുള്ള കഴിവുകളോ ഒന്നും നൽകപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെയും അപഗ്രഥിക്കാൻ വേണ്ട ദൈക്ഷണികമായ സിദ്ധികള് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്? ഇതാണ് അള്ളാഹു ഇവിടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മളോട് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുന്നത്. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് അവൻ നന്നായി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നിരീക്ഷിക്കുന്നുണ്ട്. എന്തും ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പ് നമ്മൾ എന്താണ് എന്നതാണ് പ്രസക്തമാവുന്നത്. നമുക്ക് ഈ വക കഴിവുകളൊക്കെ നൽകപ്പെട്ട അള്ളാഹുവിന്റെ വളരെ വ്യത്യസ്തരായ സൃഷ്ടികളാണ് നമ്മൾ. ആ നിലക്ക് ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് തീർച്ചയായിട്ടും അള്ളാഹു അറിയുന്നു, അവൻ നിരീക്ഷിക്കുന്നു, അവൻ വിലയിരുത്തുന്നു. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ കാഹളത്തിൽ ഊതപ്പെടുന്ന നാള് എല്ലാവരും ഭയവിഹ്വലരായി മാറുന്ന ആ ഘട്ടം, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ ഒഴികെ, അന്ന് എല്ലാവരും ഒരാളും തന്നെ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ടോ അവനെ വെല്ലുവിളിച്ചുകൊണ്ടോ അന്ന് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരില്ല. എല്ലാവരും തന്നെ അവരേത് വിഭാഗത്തിൽ പെട്ടതായാലും, വിശ്വാസികളായാലും അവിശ്വാസികളായാലും ബഹുദൈവ വിശ്വാസികളായാലും അതുപോലെ എന്തൊക്കെ വ്യത്യസ്തമായ ആശയഗതി കൊണ്ട് നടന്നിരുന്ന ആളുകളായാലും എല്ലാവരും തന്നെ കീഴ്പ്പെട്ടവരായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ ആ കാഹളത്തിൽ ഊതപ്പെടുന്ന നാളില് ഹാജരാകുക. ആർക്കും ഒരു പ്രതിഷേധവും എതിർപ്പും അതുപോലെ ചെറുത്തു നിൽപ്പോ ഒന്നും സാധ്യമല്ല. അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ടോ വെല്ലുവിളി നടത്തിക്കൊണ്ടോ ഒന്നും ആർക്കും ആ ദിനത്തില് ചെയ്യാനോ പറയാനോ സാധിക്കില്ല. ആ നാള് നിനക്കിങ്ങനെ കാണാമെന്നാണ് അള്ളാഹു പറയുന്നത്. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, അന്ന് പർവ്വതങ്ങളെ നിനക്ക് കാണാം. നീ കരുതുന്നത്, അത് നീ സങ്കല്പിക്കുന്നത് അത് ജാമ്യതത്തായിരിക്കുമെന്നാണല്ലോ. ഉറച്ചു നിൽക്കുന്ന നല്ല ഫേം ആൻഡ് സ്റ്റേബിൾ ആയ സോളിഡ് ആയ ഒരു അവസ്ഥയിലായിരിക്കുമെന്നാണല്ലോ നീ കരുതുന്നത്. എന്നാൽ അതിനെ എങ്ങനെയാണ് നീ കാണുക? വഹിയ തമുറു മർറ സഹാബ്, മേഘങ്ങളുടെ ചലനം ചലിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ പറ്റും. മേഘങ്ങളെ പോലെ ചലിക്കുന്നതായിട്ട് പർവ്വതങ്ങളെ ആ നാളിൽ നിനക്ക് കാണും.
അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഒരു സൃഷ്ടി വൈഭവമാണ് ഇവിടെ പ്രകടമാകുന്നത്. എല്ലാറ്റിനും അതിന്റെ തികവാർന്ന വിധത്തില് അതിന്റെ ഉണ്മ നൽകിയിട്ടുള്ള അള്ളാഹു, അവന്റെ സൃഷ്ടി വൈഭവമാണ് ഇതിൽ പ്രകടമാവുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾക്ക് നൽകപ്പെട്ട വൈഭവങ്ങളും കഴിവുകളും സിദ്ധികളും അവയുടെ കാര്യത്തിൽ ഒരു വിചാരണ ഉണ്ടാവുകയില്ല. അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്തു എന്ന് അള്ളാഹു വിലയിരുത്തുകയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ ഒരു ചോദ്യം അള്ളാഹു നമ്മിലേക്ക് എറിഞ്ഞു തരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇവിടെ പർവ്വതങ്ങളെ കുറിച്ചുള്ള ഒരു പരാമർശം, അത് കാഹളത്തിൽ ഊതപ്പെടുന്ന നാളിലെ ഒരു ദൃശ്യമായിട്ടാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അത് ആ നിലക്ക് മനസ്സിലാക്കുന്നതിന് വലിയ സാങ്കത്യമുണ്ട്. പക്ഷെ ആയത്തില് അത് ആ നാളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്നത് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ യൗമ യുൻഫഖു ഫിസൂർ എന്നത് 87-ാമത്തെ ആയത്തിൽ പറയുന്നു. ഈ തുടർന്നുള്ള 88-ാമത്തെ ആയത്തിലെ പർവ്വതങ്ങളെ നിനക്ക് നീ കരുതുന്നത് അവ ഉറച്ചു നിൽക്കുന്നതായിട്ട് നിനക്ക് അങ്ങനെയാണ് നീ കരുതുന്നുണ്ടാവുക എങ്കിലും അത് മേഘങ്ങളുടെ ചലനം ചലിക്കുന്നു എന്ന് പറയുന്ന കാര്യം, അത് തൊട്ടു മുകളിലെ ആയത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെയും വായിക്കാൻ ഒരു സാധ്യത അതിലടങ്ങിയിട്ടുണ്ട്. ആ നാളിൽ എന്നതൊക്കെ നമ്മൾ അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിനോട് ചേർത്ത് വായിക്കുമ്പോൾ വരുന്ന ഒരാശയമാണ്. അത് ഈ 2-ാമത്തെ ആയത്തിലെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തീർത്തും സ്വതന്ത്രമായ ഒരു ആയത്തായിട്ട് അതിനെ വായിക്കാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ വായിക്കുകയാണെങ്കിൽ അതിന് ചില വളരെ ശ്രദ്ധേയമായ സൂചനകളും ഈ ആയത്ത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന ചില സൂചനകൾ നൽകുന്നുണ്ട് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പർവ്വതങ്ങള് നീ കരുതുന്നത് അത് ജാമ്യതത്താണ്, ഉറച്ചു നിൽക്കുന്നതാണ്, നിശ്ചലമാണ് എന്നൊക്കെയാണല്ലോ. അള്ളാഹു പറയുന്നത് അത് സഹാബിന്റെ എന്ന് പറഞ്ഞ മേഘങ്ങളുടെ ചലനം ചലിക്കുന്നു എന്നാണ്. മേഘങ്ങൾ ഏത് വിധത്തിലാണോ ചലിക്കുന്നത് അതേ വിധത്തില് പർവ്വതങ്ങളും ചലിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്നും കാണാം. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. മേഘങ്ങൾ ചലിക്കുന്നത് കാറ്റിന്റെ ചലനം അനുസരിച്ചാണ്. ഏത് ദിശയിലേക്കാണോ കാറ്റ് വീശുന്നത് ആ ദിശയിലേക്ക് മേഘങ്ങൾ അങ്ങനെ നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. സന്ധ്യക്കോ അല്ലെങ്കിൽ സൂര്യന്റെ പ്രഭ വല്ലാതെ കണ്ണിൽ തട്ടാത്ത സമയത്ത് മുറ്റത്തൊന്ന് കസേരയിട്ടിരുന്ന ആകാശത്തിലേക്ക് അങ്ങനെ നോക്കിയിരുന്നാല് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു പ്രത്യേക ദിശയിൽ നിന്ന് മേഘങ്ങൾ വേറൊരു ദിശയിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടൽ തീരത്തിനോട് അടുത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് വളരെ പ്രകടമാവും. തീരത്തിന്റെ കടലിന്റെ ഭാഗത്തുനിന്ന് എതിർ ദിശയിലേക്ക്, ഇപ്പൊ നമ്മുടെയൊക്കെ പൊസിഷനിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അങ്ങനെ മേഘങ്ങള് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. കാറ്റിന്റെ ഗതിയാണത്. കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് മേഘങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൂചനയാണ്. ഭൂമിയിലെ ഏറ്റവും ഫേം ആയിട്ടുള്ള സംഗതി പർവ്വതങ്ങളാണല്ലോ. അപ്പോ ഭൂമി ഈ പർവ്വതങ്ങൾ തന്നെ ചലിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ഗതി അനുസരിച്ച് മേഘങ്ങൾ ചലിക്കുന്നു, അതേ ഗതിയിൽ അതേ ഡയറക്ഷനിൽ പർവ്വതങ്ങളും ചലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭൂഗോളം ഒന്നാകെ ചലിക്കുന്നുണ്ട് എന്നാണ്. അത് നമുക്ക് കാണാൻ കഴിയില്ല, നമുക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുള്ളൂ. അപ്പൊ ഭൂമി ചലിക്കുന്നതിനൊരു ദിശ ഉണ്ടാകാം. പർവ്വതങ്ങളും ഈ കാറ്റ് പോലെ കാറ്റിന്റെ അതുപോലെ മേഘങ്ങളുടെ ദിശയിൽ ചലിക്കുന്നു എന്ന് വരുമ്പോ ഭൂമി നമ്മള്
ശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. ആ ഒരു സംഗതി, ഭൂമിയുടെ കറക്കം, ആ കറക്കം പർവ്വതങ്ങളുടെ കറക്കത്തിലാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പർവ്വതങ്ങള് ചലിക്കുന്നത് ഇവിടെ തമുറു മറ സഹാബ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അന്ത്യനാളിലെ ഒരു സംഭവമായിട്ടാണ് ഇവിടെ ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടെങ്കിലും അന്ത്യനാളിലുള്ള ആ ഫോഴ്സിലൊന്നും അല്ലെങ്കിലും ഇപ്പോ തന്നെ ഈ മേഘങ്ങളുടെ ചലനഗതിയിലും ദിശയിലുമായിട്ട് ഭൂമി തന്നെയും കറങ്ങുന്നുണ്ട് എന്ന ഒരു സൂചന നമുക്കതിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അന്ത്യനാളിന്റെ ഒരു പ്രത്യേകതയായിട്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പൊതുവെ മുഫസ്സിറുകൾ ഈ ആയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ലാത്തൊരു സാധ്യതയും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൻ നംലിന്റെ ഏകദേശം അവസാന ഭാഗത്തിലാണ്. 1-2 ദിവസങ്ങൾക്കുള്ളിലായിട്ട് ഈ സൂറത്തിന്റെ പഠനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.